ഇനി നമുക്ക് ദിക്കുകളും ദേവതകളെക്കുറിച്ചും പറയാവേ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നിങ്ങനെ പ്രധാനമായി 4 ദിക്കുകളാണുള്ളത്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം 8 ദിക്കുകളുണ്ട്. 2 ദിക്കുകൾ ചേരുന്ന സ്ഥലം മൂലയെന്നോ സന്ധിയെന്നോ സംഗമ സ്ഥലമെന്നോ പറയപ്പെടുന്നു. മൂല അഥവാ സന്ധിസ്ഥലം ദിക്കിനേക്കാളും ശക്തിയുള്ളതാണ്. 2 ദിക്കുകളും ശക്തിയാണ് ഒരു മൂലയിൽ സംഗമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിർമ്മാണ സമയത്ത് മൂലകൾ വേണ്ട പോലെ ആസൂത്രണം ചെയ്തിരിക്കണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. വടക്ക് ദിക്കും കിഴക്ക് ദിക്കും ചേരുന്ന മൂലയാണ് വടക്ക് കിഴക്കേ ദിക്ക്. അങ്ങനെ ഓരോ മൂലയിലും കിഴക്ക് ദിക്കും തെക്ക് ദിക്കും ചേരുന്നത് തെക്ക് കിഴക്ക് മൂല, പടിഞ്ഞാറ് ദിക്കും തെക്ക് ദിക്കും ചേരുന്ന ഇടം തെക്കു പടിഞ്ഞാറ്, അതുപോലെ തന്നെ വടക്കും പടിഞ്ഞാറും ചേരുന്ന സ്ഥലമാണ് വടക്കു പടിഞ്ഞാറ്. 8 ദേവന്മാർ അഥവാ അഷ്ടദൈവങ്ങൾ വഴിയാണ് വാസ്തുപുരുഷൻ ഭൂമിയെയും വീടിനെയും സംരക്ഷിക്കുന്നത്. വാസ്തുപുരുഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അഷ്ടദൈവങ്ങൾ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്നു. വാസ്തുശാസ്ത്രം അനുസരിച്ച് അനുയോജ്യമായ വിധം ദിക്കുകൾ ആസൂത്രണം ചെയ്യുന്നത് വഴി ഈ ഊർജങ്ങളെ വേണ്ടവിധം വിനിയോഗിക്കാൻ കഴിയുന്നു. തന്മൂലം ഗൃഹവാസികൾക്ക് കൂടുതലായി സന്തോഷവും ഉന്മേഷവും നേടിത്തരാൻ അഷ്ടദൈവങ്ങൾക്ക് സാധിക്കും. 8 ദിക്കുകളെ പരിപാലിക്കാൻ ഓരോ ദേവതമാരും ഉണ്ട്. ഇവരെയാണ് അഷ്ടദിക് ദേവതമാർ എന്ന് പറയുന്നത്. ഈ ദേവതമാരെ പ്രീതിപ്പെടുത്തുന്നത് വഴി ഐശ്വര്യപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിർത്യതി, വരുണൻ, വായു, കുബേരൻ, ഈശാൻ എന്നിവരാണ് അഷ്ടദിക് ദേവതമാർ. ഇന്ദ്രദേവൻ കിഴക്ക് ദിക്കാണ് വരുന്നത്. അതിന് നമ്മൾ പറയുന്ന കിഴക്കേ ദിക്ക് അല്ലെങ്കിൽ ഇന്ദ്രദിക്ക് എന്ന് പറയും. അഗ്നി എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കേ ദിക്കാണ്. അത് ആഗ്നേയം എന്നോ അഗ്നിമൂല എന്നോ പറയും. യമൻ തെക്ക് ദിക്കാണ്. അത് യമദിക്കെന്നും പറയാം. നിർത്യതി അഥവാ പിശാച് തെക്കു പടിഞ്ഞാറ്, അതായത് കന്നിമൂല, നിർത്യതി മൂല എന്നും പറയും. പിന്നെ അതുപോലെ വരുണൻ മഴയുടെ ദേവനാണ്. പടിഞ്ഞാറാണ് വരുന്നത്. പടിഞ്ഞാറേ ദിക്കെന്നോ വരുണ ദിക്കെന്നോ പറയാം. പിന്നെ അതുപോലെ വായു ഭഗവാൻ വടക്കു പടിഞ്ഞാറ് വരും, അഥവാ വായുമൂലെന്നോ വായവ്യം എന്നോ പറയാം. പിന്നെ അതുപോലെ കുബേരൻ വടക്ക് വരും. വടക്ക് ദിക്കെന്നോ കുബേര ദിക്കെന്നോ പറയാം. അതുപോലെ ഈശാൻ അഥവാ ഈശ്വരൻ വടക്ക് കിഴക്ക് ദിക്കാണ് ഈശാനം എന്ന് പറയാം. ഈശ്വര ദിക്കെന്നും പറയാം. ഞാൻ ഈ വാസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സിലാവുന്ന കാര്യങ്ങൾ, പിന്നെ ഇതിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിക്കുകൾ, ദേവത, അത് ഒരു വാസ്തു നോക്കുന്ന ആൾ നമ്മുടെ പ്രോപ്പർട്ടി വന്ന് നോക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ വാസ്തുവിനെ പറ്റി നമുക്ക് ഇങ്ങനെയൊന്നും പറയുന്നില്ല, നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരു ഔട്ട്ലൈൻ പോലെ തരണമെന്നേ ഉള്ളൂ കേട്ടോ.